കാവ്യാമൃതത്തിൽ ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്ന ഗാനങ്ങളൊക്കെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു ഉത്സവം നമ്മുടെ ഹൃദയത്തിൽ അമൃത് പോലെ ആത്മീയമായ ഒരു അനുഭവമായി പെയ്തിറങ്ങുന്ന ഗാനങ്ങളായി മാറാം. കാവ്യാമൃതത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. മലയാളിയുടെ ക്രൈസ്തവ ഗാന അനുഭവങ്ങളിൽ 1990-കൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. തരംഗിണിയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ ഇന്നും കാൽനൂറ്റാണ്ടിന് ശേഷവും മലയാളിയുടെ ആധ്യാത്മിക ജീവിതത്തെ വളരെ സ്നേഹപൂർവ്വം തഴുകി തലോടുകയാണ്. അനുഗ്രഹ പൂമഴ പൊഴിയൂ എന്ന ഗാനം സ്നേഹധാര എന്ന തരംഗിണി ആൽബത്തിൽ നിന്നുമാണ് നമ്മൾ കേട്ടത്. വളരെ പ്രശസ്തനായ പാട്ടെഴുത്തുകാരൻ ഫാദർ ജോസഫ് മനക്കിലച്ചൻ എഴുതി കെ ആൻ്റണി മാഷ് ഈണം നൽകി ദാസേട്ടൻ ആലപിച്ച ഈ ഗാനം ഒരുപക്ഷെ വീണ്ടും ഒരിക്കൽ കൂടി നമ്മളിന്ന് കേൾക്കുമ്പോൾ വ്യത്യസ്തമായൊരു അനുഭവം അത് നമുക്ക് തരണമെന്നില്ല. മുൻപ് നമ്മൾ ഒരുമിച്ച് കേട്ട ആ ഗാനത്തിൻ്റെ ഈരടികൾ നൽകിയ അതേ അനുഭവത്തിലൂടെ ഒരിക്കൽ കൂടി നമ്മൾ കടന്നു പോവുകയാണ്. സകലതും സൃഷ്ടിച്ച നമ്മളെ കാത്തുപരിപാലിക്കുന്ന ദൈവം, ആ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് ഈ വരികൾ. അനുഗ്രഹ പൂമഴ പൊഴിയൂ എന്ന് പാടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളായി ഈ ഭൂമിയിൽ ഈ ഗാനം ആസ്വദിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ദൈവം അവസരം നൽകിയിരിക്കുന്നത് അത് നമ്മുടെ ആരുടെയും ഗുണം കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ വലിയ കൃപ തന്നെയാണ് എന്ന് ഈ ഗാനത്തിലൂടെ നമ്മൾ വീണ്ടും തിരിച്ചറിയുകയാണ്. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനശ്വരനാം ജഗദീശ, അനുപമ സ്നേഹാം ബുദ്ധിയേ. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനശ്വരനാം ജഗദീശ, അനുപമ സ്നേഹാം ബുദ്ധിയേ. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ. അഖിലവുമലിവാൽ തീർത്തവനേ, അനുദിന കൃപയാൽ നയിപ്പവനേ. അഖിലവുമലിവാൽ തീർത്തവനേ, അനുദിന കൃപയാൽ നയിപ്പവനേ. അവികല ജീവൻ ഉറവിടമേ, അതുലതയാമയനേ. അവികല ജീവൻ ഉറവിടമേ, അതുലതയാമയനേ. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ, അനവരതം
കൃപ ചൊരിയൂ. അനശ്വരനാം ജഗദീശ, അനുപമ സ്നേഹാംബുധിയേ, അനുഗ്രഹപ്പൂമഴ പൊഴിയൂ. അവനിയിലെല്ലാ നന്മകളും അരുളിടുമാശ്രിതവത്സലനേ. അവനിയിലെല്ലാ നന്മകളും അരുളിടുമാശ്രിതവത്സലനേ. സകലം നന്മയ്ക്കനുഗുണമായി സതതം തീർപ്പവനേ. സകലം നന്മയ്ക്കനുഗുണമായി സതതം തീർപ്പവനേ. അനുഗ്രഹപ്പൂമഴ പൊഴിയൂ. അനവരതം കൃപ ചൊരിയൂ. അനശ്വരനാം ജഗദീശ, അനുപമ സ്നേഹാംബുധിയേ, അനുഗ്രഹപ്പൂമഴ പൊഴിയൂ. പ്രാർത്ഥനാപൂർവം ദേവാലയത്തിൽ പ്രവേശിക്കുന്ന ഏതൊരു ക്രൈസ്തവ വിശ്വാസിയെയും സംബന്ധിച്ചിടത്തോളം അൾത്താരയും അൾത്താരയിൽ എരിയുന്ന തിരികളും എന്നും ആത്മീയമായ വലിയൊരു ദർശനത്തിൻ്റെ സൂചകങ്ങളാണ്. അൾത്താരയിൽ എരിഞ്ഞു തീരുന്ന തിരികളെ നോക്കുമ്പോൾ പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിൽ മണിക്കൂറുകൾ ചെലവഴിച്ച് കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനാമഞ്ജരികൾ ദൈവത്തിന് മുമ്പിൽ അർപ്പിക്കുന്ന ഏതൊരു അർത്ഥിയുടെയും ഹൃദയത്തിൻ്റെ സൂചകമായി അതിനെ കാണാം. കണ്ണീര് നമ്മൾക്കെല്ലാവർക്കും പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അർച്ചനയായി നൽകുവാൻ കഴിയണമെന്നില്ല. എന്നാൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആരുടെയും കണ്ണുകൾ സജലങ്ങളാകുന്നത് നമ്മൾ കാണാറുണ്ട്. നമ്മുടെയൊക്കെ അമ്മമാരും അപ്പച്ചന്മാരുമൊക്കെ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സന്ധ്യാവേളകൾ കണ്ണീരിൽ കുതിർന്ന നിമിഷങ്ങൾ അവർക്ക് സമ്മാനിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ടാവും. മറക്കാൻ പറ്റാത്ത ഓർമ്മകളാവാം അവ നമുക്ക് നൽകുന്നത്. അൾത്താരയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ഏറ്റവും വിശുദ്ധമായ ഓർമ്മപ്പെടുത്തലുകളാണ് അൾത്താര നൽകുക. അൾത്താരയുടെ പിന്നിൽ ഉയർന്നു നിൽക്കുന്ന കുരിശ്, ആ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ക്രിസ്തുവിൻ്റെ രൂപം, അത് ഏതൊരു വേദനയെയും അതിജീവിക്കുവാൻ ക്രൈസ്തവന് പ്രചോദനം നൽകുന്നതാണ്. ഇരുമെഴുതിരിയായി ഉരുകും മിഴികളായി എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഒരു ഗാനം 1983 ഇറങ്ങിയ വെളിച്ചമേ നയിച്ചാലും എന്ന ആൽബത്തിൽ ശ്രീ സുരേഷ് മണിമല എഴുതിയ വരികളാണിത്. കോട്ടയം ജോയി മനോഹരമായി ഈണമിട്ട ഈ ഗാനം അന്ന് ഈ ആൽബത്തിനു വേണ്ടി ആലപിച്ചത് പ്രശസ്ത പിന്നണി ഗായിക സുജാതയാണ്. ഇന്ന് ഈ ഗാനം നമ്മൾ കേൾക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ കണ്ണുകൾ ഈറനണിഞ്ഞേക്കാം. അൾത്താരയുടെ മുമ്പിൽ ഉരുകിത്തീരുന്ന ആ മെഴുകുതിരികൾ പോലെ ഉരുകി ഉരുകി എരിഞ്ഞു തീരുന്ന നമ്മുടെ ജീവിതവും ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥനാ മഞ്ജരിയായി അർത്ഥിക്കാം. ഈ ഗാനത്തിൻ്റെ ഈരടികളോടൊപ്പം ഇതിൻ്റെ ഈണവും ഹൃദ്യമായ ഒരനുഭവമായിരിക്കും തീർച്ച.
ഈശോ നല്ല ഇടയനാണ് എന്നവിടുന്ന് അരുളി ചെയ്തത് നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിലാണ്. നല്ല ഇടയൻ്റെ ഈ ഒരു ദർശനത്തെ ഗാനങ്ങളാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഒട്ടേറെ ആളുകളാണ്. എന്നാൽ 1974 രാജാക്കന്മാരുടെ രാജാവേ എന്ന സംഗീത ആൽബത്തിലൂടെ രചനയും സംഗീതവും നിർവഹിച്ച് മലയാളികൾക്ക് ക്രൈസ്തവ ഗാനധാരയിൽ പുതിയ ഒരു ഇടയ അനുഭവം നൽകിയ ഒരു ഗാനമാണ് ഇടയൻ നല്ല ഇടയൻ. അത് രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും പരിചിതനായ ഒട്ടേറെ നല്ല ഗാനങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള കോട്ടയം ജോയിയാണ്. കോട്ടയം ജോയിയുടെ രചനയും സംഗീതവും ഒട്ടനവധി ആളുകളെ ഇന്നും ആത്മീയമായ അനുഭവങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. ഈശോ നല്ല ഇടയനാണ്, അവിടുന്ന് എന്നെ പച്ച പുൽത്തകിടുകളിലേക്ക് നയിക്കുന്ന നല്ല ഇടയനാണ്. എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ ഇരുൾ മൂടുമ്പോൾ വെളിച്ചമായി അവിടുന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്നവനാണ്. ഒരുപക്ഷെ ഈശോ ഒരു കുഞ്ഞാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സുന്ദരമായൊരു ചിത്രം നമ്മൾക്കൊരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. ആ കുഞ്ഞാടായി ഈശോയോടൊപ്പം അവിടുത്തെ നെഞ്ചിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കണം എന്നാഗ്രഹിക്കാത്ത ഒരു ക്രൈസ്തവ മനസ്സും നമ്മുടെ മുമ്പിലും ഉണ്ടാവില്ല. നാമും അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈശോ നമ്മെ ചേർത്ത് പിടിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് അങ്ങനെ എടുത്തു പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ചിത്രം, തോളിലെടുത്തുകൊണ്ട് നടക്കുന്ന ഒരു ചിത്രം, അത് ഒരു ആത്മീയ അനുഭവത്തിൻ്റെ തുടർച്ചയിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു ചിത്രമാണ്. ഇന്നത്തെ ഈ ഗാനം നമ്മൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ അപ്രതീക്ഷിതമായി അത്തരത്തിലൊരു ആത്മീയ അനുഭവം നമുക്ക് ലഭിച്ചേക്കാം. രാജാക്കന്മാരുടെ രാജാവേ എന്ന ആ ഒരു സംഗീതാൽബത്തിൽ 1974 ഇറങ്ങിയ ഈ സംഗീതാൽബത്തിൽ ദാസേട്ടനാണ് അദ്ദേഹത്തിൻ്റെ ക്രൈസ്തവ ഗാന ആലാപനത്തിൻ്റെ ആദ്യകാലങ്ങളിൽ നമുക്ക് സുന്ദരമായി ഈ ഗാനം നൽകിയത്. ഇടയൻ നല്ല ഇടയൻ അവനൊരുവൻ നമ്മൾ കൂടയോ, ഇടയൻ നല്ല ഇടയൻ അവനൊരുവൻ നമ്മൾ കൂടയോ, ഇടയൻ പച്ചപ്പുൽപ്പുറം തോറുമവൻ മെച്ചമായി നമ്മെ നടത്തും, പച്ചപ്പുൽപ്പുറം തോറുമവൻ മെച്ചമായി നമ്മെ നടത്തും, നിത്യജീവന്റെ ഉറവയിങ്കൽ നിന്നും ദാഹജലം തരുമേ, നിത്യജീവന്റെ ഉറവയിങ്കൽ ജലം തരുമേ, നിത്യജീവജലം തരുമേ. ഇടയൻ നല്ല ഇടയൻ അവനൊരുവൻ നമ്മൾ കൂടയോ, ഇടയൻ ഇരുൾ മൂടിയ പാതകളിൽ വഴി തേടി അലഞ്ഞിടുമ്പോൾ, ഇരുൾ മൂടിയ പാതകളിൽ
എന്തൊരു സുഖമാണ് ഈ ഗാനങ്ങൾ നമുക്ക് നൽകിയത്. ശാന്തമായി ഇന്നും നമ്മൾ ഈ ഗാനങ്ങൾ കേൾക്കുമ്പോൾ പ്രാർത്ഥനയുടെ ആത്മീയമായ ഒരു തണൽ നമ്മളെ ഇങ്ങനെ തഴുകി തലോടി നിൽക്കുന്നതായി നമുക്ക് തോന്നുന്നില്ലേ? യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഗാനങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് നാം കാത്തിരിക്കുന്നത്. ജീവിതം എങ്ങുമെത്തിയിട്ടില്ല എന്ന് ഓർത്ത് ഓരോ നിമിഷവും ആകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ താങ്ങി നടത്തുന്ന ദൈവത്തിൻ്റെ പരിപാലന ഒരു ഇടയ അനുഭവമായി നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഈ ഗാനങ്ങൾ നമുക്ക് നൽകുമ്പോൾ അത് എത്ര വലിയൊരു ആത്മവിശ്വാസമാണ് നമുക്ക് നൽകുക. കാവ്യാമൃതത്തിലെ ഈ ഗാനങ്ങൾ പ്രാർത്ഥനയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസമായി മാറുന്നെങ്കിൽ അത് വലിയ സന്തോഷമാണ്. കാവ്യാമൃതം ആസ്വദിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഏറെ നന്ദി. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം മുഖരാം നമുക്കിനി നമ്മളിൽ